ഹായ് ഹലോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നൂഡിൽസാണ് കേട്ടോ. ആട്ട നൂഡിൽസാണ്. ഭയങ്കര ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സംഭവം കുഴഞ്ഞും പോകില്ല, വളരെ ഹെൽത്തി ആയിട്ട് ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കൂലേ, ആ ഒരു രീതിയിൽ വേണം കുഴയ്ക്കാൻ കേട്ടോ. ഇപ്പം നമ്മുടെ മാവൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ഒരു ക്യാരറ്റ് വലുത്, ഒരു സവാള, 5-6 വെളുത്തുള്ളി, 2 അച്ചിങ്ങ അല്ലെങ്കിൽ പച്ചപ്പയർ എന്നൊക്കെ പറയില്ലേ അത്, പിന്നെ ക്യാബേജ്, അതുപോലെ തന്നെ ക്യാപ്സിക്കം. ഇതെല്ലാം ഈ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബൗളിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 പിഞ്ച് ഉലുവപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒരു 5 മിനിറ്റും കൂടി നന്നായി കുഴയ്ക്കുന്നുണ്ട്. നമ്മുടെ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഒട്ടിപ്പിടിക്കാനും പാടില്ല, അതുപോലെ കുറച്ച് ടൈറ്റ് ആവാനും പാടില്ല. ഇനി ഒരു 2 ലിറ്ററോളം വെള്ളം വലിയൊരു പാത്രത്തിൽ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാട്ടോ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഇടിയപ്പം പിഴിയുന്ന പോലെ തന്നെ ഇതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഞാൻ അത്യാവശ്യം വെളിച്ചെണ്ണയൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ, മാവ് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പം അതുപോലെയൊക്കെ ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് കിട്ടും കേട്ടോ പിഴിയുമ്പോൾ. പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഇടരുത്. കട്ട് ചെയ്ത് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൂഡിൽസ് തമ്മിൽ ഒട്ടിപ്പിടിക്കില്ല ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകും കേട്ടോ. എന്നിട്ട് ഒരു 3 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് അങ്ങനെ കടിച്ച് നോക്കുക വെന്തിട്ടുണ്ടോ, നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ആ സമയത്ത് നമ്മളിതൊന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒരുപാടല്ല, എന്നാലും നമുക്ക് അറിയാമല്ലോ വെന്തിട്ടുണ്ടെന്ന്. ഇത് ശരിക്കും 3 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് വെക്കരുത്. നമ്മൾ ഈ ഒരു അരിപ്പ് പോലത്തുള്ള പാത്രത്തിൽ എടുത്ത് മാറ്റാം കേട്ടോ. 3 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. പിന്നെ ആ പാത്രത്തിനകത്തുള്ളതെല്ലാം എടുക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് ഉണ്ടെങ്കിലും രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ബാലൻസ് ഉള്ളത് അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വേവും. നമ്മുടെ നൂഡിൽസ് മര്യാദയ്ക്ക് കിട്ടൂല. അതുകൊണ്ടാണ് പറയണത് മുഴുവൻ എടുക്കണമെന്ന് കേട്ടോ. പിന്നെ നമ്മൾ ഒരു നോർമൽ വാട്ടറിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളത്തിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 3 വട്ടമായിട്ട് ഞാൻ മാറ്റി കൊടുക്കും കേട്ടോ. കാരണം ഈ വെള്ളം ചൂടാവും. അപ്പോൾ ചൂടാകുന്നതോടെ ചിലപ്പം വെന്ത് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 3 വട്ടമായിട്ട് വെള്ളം മാറ്റി കൊടുക്കുന്നത്. ഈ ഒരു പാട പോലെ കാണാൻ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തുല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. 3 വട്ടം വെള്ളം മാറ്റിയ ശേഷം ഞാനൊരു പരന്ന പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കില്ല. നമ്മൾ കൈ കൊണ്ട് എടുക്കുമ്പോഴും കണ്ടോ ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല, എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കണം കേട്ടോ. പിന്നെ ഒരു കടായിലോട്ട് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊക്കെ ഇപ്പോൾ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റോളം വഴറ്റി കൊടുക്കാം. ഇതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചപ്പയർ, അതായത് അച്ചിങ്ങ, പിന്നെ ക്യാബേജ്, ക്യാപ്സിക്കം എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ അതെല്ലാം കൂടി ഉടഞ്ഞു പോകരുത് കേട്ടോ. അത്യാവശ്യം കുറച്ച് വേവിച്ചാൽ മതി. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ. അതാണ് കുറച്ച് വേവിച്ചാൽ മതി എന്ന് പറയണേ. ഇനി നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
ഇപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച നൂഡിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 വട്ടമായിട്ട് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു വട്ടം ഞാൻ കാണിച്ചുള്ളൂ വീഡിയോയിൽ. കാരണം 2 വട്ടം കാണിച്ചു കഴിഞ്ഞാൽ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഒരു വട്ടം കാണിച്ചത് കേട്ടോ. പിന്നെ വേറൊരു പാത്രത്തിലാണ് ഇട്ട് കൊടുത്തത് നൂഡിൽസ്. രണ്ടും ഒരേ പാത്രത്തിലിട്ടില്ല. രണ്ടും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ആകെ അങ്ങനെ ഒട്ടിപ്പിടിക്കാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത് കേട്ടോ. ഈ നൂഡിൽസിൻ്റെ മുകളിലോട്ട് നമ്മൾ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മസാലക്കൂട്ട് എപ്പോഴും ഇതിൻ്റെ മുകളിലോട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. മസാലക്കൂട്ടിന് പകരം സോസൊക്കെ ചിലർ ഒഴിക്കണ കാണാം. കുറേ സോസുകൾ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. 2 രീതിയിലും ഉണ്ടാക്കാം. ഞാനിവിടെ മസാലകളാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഇതൊന്നും പൊട്ടിപ്പോവാതെ സൂക്ഷിക്കണം കേട്ടോ. മരത്തിൻ്റെ തവി കൊണ്ട് മിക്സ് ചെയ്യണതാണ് കുറച്ചുകൂടെ നല്ലത്. മറ്റേ സ്റ്റീലിൻ്റെ തവി കൊണ്ടാകുമ്പോൾ ഒക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. തവിയൊക്കെ കൊണ്ട് അത്യാവശ്യം ഞാൻ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. പിന്നെ നമ്മൾ ഒരു തുണിയൊക്കെ പിടിച്ച് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് അത്യാവശ്യം എൻ്റെ കൈയൊക്കെ പൊള്ളി കേട്ടോ. എന്നാലും നൂഡിൽസ് പൊട്ടാതെ നമുക്ക് കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നൂഡിൽസ് പൊട്ടൂല കേട്ടോ. ഇപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയ നൂഡിൽസാണ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ മസാലക്കൂട്ട് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ സോസ് ഒഴിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത്രയും നമ്മൾ കഴിച്ച് കൊതി തീരൂല എന്നൊക്കെ പറയൂലേ, ആ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഫ്രണ്ട്സിന് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.